ഏറെ നാളായി കേരളത്തിലെ വാർത്താമാധ്യമങ്ങളും പൊതുസമൂഹവും ചർച്ച ചെയ്യുന്ന വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. കേരളത്തെ ആകെ പിടിച്ചുലച്ച സ്വർണ്ണക്കൊള്ള. കലിയുഗവരതനായ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ ഭക്തർ കാണിക്കയായി നൽകിയ സ്വർണം മുരാരി ബാബുവിനെ പോലെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ, വാസുവിനെ പോലെ, പത്മകുമാറിനെ പോലെയുള്ള ഭരണകർത്താക്കളും തന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഈ സ്വർണം കൊള്ളയടിച്ചു കൊണ്ടുപോയി വിറ്റ് പണം സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റിയത് കേരളീയ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളായ കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിന് മുറിവേൽപ്പിച്ച കാര്യം. ആദ്യഘട്ടത്തിൽ അന്വേഷണം മെല്ലെ പോവുകയായിരുന്നെങ്കിലും പിന്നീട് ഈ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കീഴിൽ വന്നപ്പോഴും തുടർന്ന് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുത്തപ്പോഴും ഈ അന്വേഷണത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഇപ്പോൾ വന്നിരിക്കുകയാണ്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ചില പ്രതികൾക്ക് മുരാരി ബാബുവിന് പുറത്തിറങ്ങാൻ കഴിയുന്നു. സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഈ കേസ് അന്വേഷണത്തെ തെല്ലും ബാധിക്കില്ലെന്നും കേസ് അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ടു പോകുമെന്ന് തന്നെ കോടതി വിലയിരുത്തുന്നു. അതുമാത്രമല്ല, ഇതൊരു അസാധാരണ കേസാണെന്നും കോടതി പറയുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ഹൈക്കോടതിയിൽ തന്നെയാണ് വിശ്വാസം. കാരണം ഹൈക്കോടതി ഈ കേസ് ഏതെങ്കിലും തരത്തിൽ മെല്ലെപ്പോക്കുണ്ടാകുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിർണായകമായ ഇടപെടൽ ഉണ്ടാകുന്നതിനെ കേരളീയ സമൂഹം കാണുകയാണ്. നേരത്തെ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം എന്തുകൊണ്ടാണ് ഉന്നതരുടെ അറസ്റ്റ് നടക്കാത്തത് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്ത്രിയെയും ശങ്കർദാസിനെ അടക്കം അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്കലിൽ അടയ്ക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. ഇത് അയ്യപ്പ വിശ്വാസികളായ എല്ലാവരുടെയും പ്രശ്നമാണ്, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിന്റെ വിഷയമാണ്. ഒരു ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തർ കാണിക്കയായി നൽകിയ സ്വർണം ആ ക്ഷേത്രം ഭരണസമിതി, അതായത് ദേവസ്വം ബോർഡും ആ ക്ഷേത്രം തന്ത്രി ഉൾപ്പെടെയുള്ളവർ കൊള്ള നടത്തിയെന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവപരമായ കേസാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ അറസ്റ്റ് നടപടികൾ തീർന്നിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ ഉന്നതർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴുമുണ്ട്. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് എന്നിവരെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇനിയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. എൻഫോഴ്സ്മെന്റ് അതിന്റെ വേട്ട ആരംഭിച്ചതിന്റെ തുടക്കമാണ് മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യൽ. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പഴുതടച്ചുള്ള അന്വേഷണമാണ് EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED കാര്യക്ഷമമായി അന്വേഷിക്കുകയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യക്ഷമമായി ED മുന്നോട്ട് കൊണ്ടുപോവുകയും സമാന്തരമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്താൽ ഇനിയുമേറെ അറസ്റ്റുകൾ, അതായത് പരൽമീനുകളല്ല വമ്പൻ സ്രാവുകളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഭക്തർക്കും കേരളീയ സമൂഹത്തിനും ആശ്വാസകരമായ ഒരു കാര്യം, ഇതിന്റെ അന്വേഷണത്തിന്റെ മേൽനോട്ടം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ട് എന്നത് തന്നെയാണ്. ഹൈക്കോടതി ഇന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞത് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്, അതായത് മുരാരി ബാബു കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പുറത്തിറങ്ങിയത് ഈ കേസിന്റെ അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു അസാധാരണ കേസാണെന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുമ്പോൾ ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണവും മേൽനോട്ടവും ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ട് എന്നത് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉന്നതരുടെ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ പോകുമ്പോൾ തീർച്ചയായും CPM അടക്കമുള്ള ഇടതു രാഷ്ട്രീയ പാർട്ടികൾ ഭയത്തിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളെ അടക്കം ബാധിക്കുമെന്ന ഉത്തമമായ ബോധം CPMനുണ്ട്. നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ്, ആ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്, വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അത്തരം അറസ്റ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPMനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കേസ് CPMനെ പിടിച്ചുലക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ കൂടി ഉണ്ടാകുമ്പോൾ യാതൊരു സംശയവുമില്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരായ ആളുകൾക്ക് വീണ്ടും കയ്യാമം വെച്ച് തുറങ്കലിലേക്ക് പോകേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. അതിൽ ഭക്തർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഏതെങ്കിലും ഒരു പ്രതി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതൊന്നും കേസ് അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ കോടതിയുടെ മേൽനോട്ടം ഈ കേസിനകത്തുണ്ട്. കോടതിയുടെ കണ്ണും കാതും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂർപ്പിച്ചിരിക്കുകയാണെന്ന പകൽ പോലെ വ്യക്തമാണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും.